വന്യജീവി ആക്രമണം രൂക്ഷമായ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം. CCF റാങ്കിലുള്ള ഓഫീസറെയാണ് നിയമിക്കുക. 2 RRT ടീമിനെ കൂടി നിയമിക്കും. മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും 11.5 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികളായിട്ടുണ്ട്. വയനാട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ MLA മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. പുതിയ സാഹചര്യത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു. CCF റാങ്കിലുള്ള ഓഫീസറെയാണ് നിയമിക്കുക. 2 RRT ടീമിനെ കൂടി നിയമിക്കും. ഇതോടൊപ്പം പ്രത്യേക അധികാരങ്ങളോടുകൂടിയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രിയിലും സൗജന്യ ചികിത്സ ഉറപ്പാക്കും. ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും 11.5 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. നഷ്ടപരിഹാരം വൈകുന്ന വിഷയം വിമർശനമായി പ്രതിപക്ഷം സഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായത്. അതേസമയം കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ എസ്റ്റേറ്റുകൾ വൃത്തിയാക്കണമെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയാണെന്നും അത് മനുഷ്യന് അപകടകരമല്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. റവന്യൂ, പോലീസ്, വനം ഉദ്യോഗസ്ഥർ ചേർന്ന കമാൻഡ് കൺട്രോൾ സെന്റർ ശക്തിപ്പെടുത്താനുള്ള നീക്കമുണ്ടായിട്ടുണ്ട്. ഇത്രയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വാർ റൂം സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. സ്വകാര്യ എസ്റ്റേറ്റുകളിലെ കാട് വെട്ടിത്തെളിക്കുന്ന കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുന്ന കാര്യം കർണാടക സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയെ വനംവകുപ്പിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. രാത്രികളിൽ വനമേഖലയിലെ റിസോർട്ടുകളിൽ നടക്കുന്ന DJ പാർട്ടികൾ നിയന്ത്രിക്കാൻ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, വയനാട്ടിലെ MLA മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.